റോമാലേഖനം 15 അധ്യായത്തിന് 1, 2 വാക്യം വായിക്കും. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായി ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവർ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. മതി. ആമേൻ. ഇനി ഫിലിപ്പിയർ 2 അധ്യായത്തിന്റെ 3, 4 വാക്യം വായിക്കും. ഫിലിപ്പിയർ 2:3. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ 2, 3, 4 വേണോ? വായിച്ചോ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ നമ്മളോട് പറഞ്ഞത് ആമേൻ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനത ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഹല്ലേലൂയ. അപ്പം ഇവിടെ ആമീൻ ഭൗതികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് ശക്തിയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആത്മീയമായ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആമീൻ ശക്തരാകുന്ന ഇവിടെ ആത്മീയതയിൽ അല്ല, അടക്കത്ത മനുഷ്യർ ശക്തരായിരിക്കുന്നവർ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ശക്തിപ്പെട്ടവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അശക്തരായവരെ, ആത്മാവിൽ ബലപ്പെടാത്ത ശക്തിപ്പെടാത്ത അല്ലെ ബലഹീനരായിരിക്കുന്നവരെ ഓരോരുത്തരെയും താങ്ങുവാൻ അവരുടെ ബലഹീനത നമ്മൾ ചുമക്കുവാൻ ഹാലേലിയ നമ്മളെ ദൈവം. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ഇപ്പൊ ഒരാൾക്കൊരു വിഷയമുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹാലേലൂയ. ഇവിടെ ഫാനിന്റെ പ്രശ്നങ്ങളുണ്ട്. ഫാൻ ഇട്ടേക്കുന്നുണ്ട്, ഷോളൊക്കെ പിടിക്കുന്നിടത്ത് നിൽക്കത്തില്ല, അത് പോകുന്നിടത്ത് പോയിക്കൊണ്ടിരിക്കും. നമ്മളെ അവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ വിഷയമില്ല, ഫാൻ വർദ്ധിക്കൊണ്ടു പോകണം. ഹാലേലിയ. അപ്പൊ ഇവിടെ ആമേ അപ്പൊ നമ്മൾ അശക്തരായവര് എന്ത് പറയാ, ശക്തരായവരുടെ അശക്തരുടെ ബലഹീന നമ്മൾ ശക്തരായവർ ചുമക്കണം. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം എന്തൊരു വിഷയം ഉണ്ടെങ്കിൽ അടുത്തൊരാളോട് സിസ്റ്റർ ഒരു വിഷയമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ പ്രാർത്ഥിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹാലേലിയ അതിനെക്കാട്ടി അവർക്ക് വിശ്വാസം മറ്റാൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു വിഷയം വരുമ്പോൾ പാസ്റ്റർമാരെയൊക്കെ വിളിക്കുന്നതിന്റെ കാര്യം എന്താ? കാരണം നമുക്കറിയാം അവർക്ക് കുറച്ച്, പിന്നെ എന്നെ സംബന്ധിച്ചോളം എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അധികം പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറയരുത്. പക്ഷേ മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ ഏത് വലിയ വിഷയം എന്ന് കേട്ടാലും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമുക്കറിയാം നമ്മുടെ മേലെ അതിനുള്ള അധികാരമുണ്ട്, നമുക്ക് അതിന്റെ മേലെ ശക്തിയുണ്ട്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മയോട് പറഞ്ഞ അടുത്ത കാര്യം, ഒരു ബലഹീനത ചുമക്കാൻ നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മളത് ചെയ്തിട്ട് നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തന്നെ പുകഴ്ത്താതെ എന്താ പറയാ, അത് ഞാൻ സംഭവമാണ് എന്നൊരു തോന്നല് എനിക്കിത് എന്നോട് തന്നെ ഭയങ്കര പ്രശംസ തോന്നരുത്. എന്നെ തന്നെ ഉയർത്തുന്ന സ്വഭാവം കഴിക്കണം. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ബലഹീനത ചുമക്കും. നമുക്ക് അതിനെക്കാട്ടി ബലമുണ്ട്, നമ്മൾ ശക്തിയുണ്ട്, ഇതെല്ലാം ശരി. പക്ഷേ നമ്മളിൽ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പറഞ്ഞെങ്കിൽ നമ്മൾ നിങ്ങളും വരരുതെന്ന് തന്നെയാണ്. നമ്മളെ തന്നെ പ്രശംസിക്കുന്ന സ്വയം പൊക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? എപ്പോഴും അവരിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഹാലയില്ല. കാരണം എപ്പോഴും അവര് ഹൈലൈറ്റ് ചെയ്തിട്ട്. അപ്പൊ അവിടെ നമ്മൾ സ്വയം അങ്ങനെ പ്രശംസിക്കുന്നവരാകരുതെന്ന് പറഞ്ഞേക്കുന്നത്. പ്രശംസിക്കാതിരിക്കുകയും വേണം. ഹാലയിലു. അപ്പം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിന്നിട്ട് ഞാൻ എന്ന് പറയുന്നത് ഹാലയില് നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത തമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. ഹാലയിലു. അടുത്ത നമ്മിൽ പ്രശംസിക്കരുത്, എന്നിട്ട് തമ്മിൽ കൂട്ടുകാരന്റെ ആത്മീയ വർധനയ്ക്കായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രസാദിപ്പിക്കുക, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായി മാറണം. മറ്റുള്ളവരെ കരം പിടിച്ച് അവരെ ശക്തരാക്കി മാറ്റുവാൻ നമ്മളെ കൊണ്ട് കഴിയും.
എപ്പോ കണ്ടാലും കുറെ കുറ്റം പറഞ്ഞിട്ട്, അയ്യോ സിസ്റ്റർ നിങ്ങളത് ശരിയല്ല, നിങ്ങൾ ഇത് ശരിയല്ല, നിങ്ങൾ അങ്ങനെ പോകും ഇങ്ങനെ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അവരുടെ ആത്മീയമായിട്ട് അവർ ഡെവലപ്പ് ആയത്, അല്ല അവർ ആത്മീയമായി വർദ്ധിച്ചിരുമ്പോൾ നമ്മൾ വീണ്ടും അവരെ എൻകറേജ് ചെയ്ത് കൂടുതൽ ആത്മീയമായി പ്രാർത്ഥിച്ച് മുന്നേറുവാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ അവരുടെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, പർപ്പസുകൾ മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ശക്തരാകാമെന്ന് പറഞ്ഞു കൊടുത്തൊക്കെ നമ്മൾ അവരെ കൂട്ടയുള്ളവരെ വർധനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. നിന്നെ നിന്ദിക്കുന്നതിന് എന്റെ മേൽ വന്ന് എന്റെ ക്രിസ്തുവിനെ തന്നിൽ തന്നെ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ കാണണം. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, നിന്നെ നിന്ദിക്കാതെ നിന്ന എന്റെ മേൽ വീണു എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറഞ്ഞ പോലെ ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചത്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു എന്താ തന്നെത്താൻ താഴ്ത്തുക ചെയ്തു. കർത്താവ് യേശു ക്രിസ്തു പ്രസാദിച്ചില്ല. കർത്താവ് യേശു ക്രിസ്തു എത്രയോ പേര് വന്ന് ആക്ഷേപിച്ചു. കുരിശ് കിടക്കുന്ന സമയത്തിന് നമുക്കറിയാം, ഹാലേലൂയ, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, നീ തന്നെ രക്ഷിച്ച് മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക എന്നൊക്കെ പറയും. എത്രയോ ആക്ഷേപങ്ങൾ പറഞ്ഞു. അവിടെയൊന്നും കർത്താവ് യേശു ക്രിസ്തു മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും സ്വന്തമായി പുകഴ്ചയുടെ ആവശ്യമില്ലായിരുന്നു. കാരണം കർത്താവിനൊരു കാര്യം അറിയായിരുന്നു, ഈ ലോകത്തിലെന്നല്ല വരുവാനുള്ളതും എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് പ്രപഞ്ചം മുഴുവൻ എത്രയൊക്കെയാണ് അതിന്റെ എല്ലാം മീതെ ഇരിക്കുന്നതാണ് കർത്താവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കുറിച്ച് ആൾക്കാർ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നിന്ന് പ്രതികരിക്കുന്നതെന്ന് അറിയാവോ? നമുക്ക് ബോധ്യം ഇല്ലാത്തതുകൊണ്ടാ. ബോധമുണ്ട്. ഞാൻ പറയും, ഇപ്പൊ നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിൽ എന്തോരം ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ടാവും അല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് എന്തിനും ചീത്ത വിളിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി എന്തിനും ചീത്ത വിളിക്കുന്നുണ്ട്. അവരിതിനൊക്കെ മറുപടി പറയാൻ നടക്കുന്നുണ്ടോ? അവരിതൊക്കെ മൈൻഡ് ചെയ്യാൻ നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം ഇവരൊക്കെ എത്ര ചീത്ത വിളിച്ചാൽ എന്തൊക്കെ പറഞ്ഞാൽ അവരിയ്ക്കുന്ന പൊസിഷൻ, ഈ അവിടെ ഉള്ളതിന്റെ പരമ അധികാരത്തിൽ അവരിയ്ക്കുന്ന ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമി അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരിക്കുന്ന ഏറ്റവും ടോപ്പ് പൊസിഷനിൽ അവരിയ്ക്കുന്നത്. അതിന് റോഡിൽ കൂടെ പോകുന്ന ഒരാള് പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുമായിരുന്നു, ഹാലേലൂയ, ഈ വഴി കൂടെ പട്ടി നമ്മളെ കാണുമ്പോൾ കുരയ്ക്കും, നമ്മളാരും മൈൻഡ് ചെയ്യും, നമ്മൾ പോകും. അതുപോലെ ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തു അറിയുന്നത് ആൾക്കാർ എന്തെല്ലാം പറഞ്ഞു. പിശാച് വന്നിട്ട് ചോദിച്ചു, നീ ദൈവത്തിന്റെ പുത്രനാണോ? ആണെങ്കിൽ കല്ലിനോട് അപ്പവായപ്പുറം പറഞ്ഞു. പിശാച് കർത്താവ് പറഞ്ഞു, നീ പോയി പണി നോക്കുന്നത്. ഞാൻ അങ്ങനെ നിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ എന്നെ ദൈവത്തിന്റെ മകനാ തെളിയിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മളും മനോഭാവത്തിൽ തന്നെയാണ്. കാരണം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നീ ആരാണ്? നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? നീ പ്രാർത്ഥനാക്കാരിയല്ലേ എന്നൊക്കെ ചോദിക്കും. അവരുടെ മുമ്പ് നമ്മളെ തെളിയിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. ഹാലേലൂയ, ആമേൻ. കാരണം നാം ദൈവമക്കൾ എന്ന് വിളിക്കും. പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകി, അങ്ങനെ തന്നെ ആകുന്നു നാം എന്നാണ് യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞത്. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ അബ്ബാ പിതാവെ നൽകിയ പുത്രത്തിന്റെ അവകാശം എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാ. തെളിയിക്കാൻ നടക്കേണ്ട ആവശ്യം. അപ്പൊ അതുകൊണ്ട് ചില നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ വരുമ്പം നമ്മൾ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹാലേലിയ വാക്കുകൊണ്ടൊന്നും നമ്മൾ അവരോട് തർക്കിക്കാനോ നമ്മൾ ആരാണ് സ്ഥാപിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ തന്നെത്താൻ പുകഴ്ത്താനായിട്ടോ തന്നെത്താൻ ഉയർത്താനോ നിൽക്കേണ്ട കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടിയിട്ട് തന്നെത്താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തന്നെത്താൻ ഒരു വാക്കുപോലും ഹാലേലിയ അപ്പൊ എന്താണെന്ന് പറയാൻ പോലും നിന്നിട്ടില്ല. യേശുക്കത്ത് മറക്കാൻ കൊണ്ടാകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു. അപ്പൊ നമ്മള് ഇവിടെ മറ്റുള്ളവർ അശക്തരായിരിക്കുമ്പോൾ ഹാലേലൂയ, ആമേൻ, അവരെ ശക്തീകരിക്കാൻ നമുക്കൊരു ഉത്തരവ്. ഫിലിപ്പിയ ലേഖനത്തിൽ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്, ശാഠ്യത്തിലോ ദുരഭിമാനത്തിലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെ നിന്നിക്കൊള്ളുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്ന് വെച്ചാൽ അവര് നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ്. ഹാലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ മനുഷ്യർക്കുള്ള ഒരു കാര്യമാണ് ശാഠ്യം, ദുരഭിമാനം. നമ്മുടെ ദുരഭിമാനത്തെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെ സ്വഭാവം മാറുന്ന കാണാൻ പറ്റും. അതിപ്പോ പാസ്റ്റർ ആണെങ്കിലും ശരി, സിസ്റ്റർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഞാൻ പറയുകയാണ് എല്ലാവർക്കും എത്രയൊക്കെ ആമേം ദൈവിക സ്വഭാവത്തിലെന്ന് പറഞ്ഞാലും പിശാചിനറിയ ഇവന്റെ ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ ഇവന്റെ ശരിയായ സ്വഭാവം പുറത്ത് ചാടിക്കാവുന്ന അതുപോലെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കൊന്നും അങ്ങനെ ആകരുത് എന്ന് തന്നെ പറയാം. അപ്പം അതുപോലെ നമ്മൾ ശാഠ്യം കാണും. എനിക്ക് അവിടെ തെളിയിക്കണം, എനിക്ക് ഇവിടെ തെളിയിക്കണം, എനിക്ക് അവരുടെ മുമ്പ് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം, ഞാൻ ആരാണെന്ന് തെളിയിക്കാനൊക്കെ നടക്കാം. അങ്ങനെയൊക്കെ നടക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയക്കാർക്കൊക്കെ പൊതുവെ ഇല്ല. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒന്നുമില്ലെങ്കിൽ
ഹാലേലി നമ്മളിപ്പോ ഈ ഇടയ്ക്ക് കാണുന്നുണ്ട് ഹാലേലി അവിടെ പോയി കിടന്ന് ഉരുളുന്നതും ഹാലേലിയ എന്താ പറയാ സെക്രട്ടേറിയറ്റ് പിക്കപ്പിങ് അങ്ങനെ പലതിൽ കൂടെ അവരുടെ ശക്തിയെ തന്നെ മനുഷ്യച്ചങ്ങലെങ്കിലും തീർത്ത് അവരുടെ ശക്തിയെ തെളിയിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ ദൈവമക്കൾ അങ്ങനെയൊന്നുമല്ല ശക്തി തെളിയിക്കുന്നത്. ഹാലേലിയ. ഇവിടെ ശാഠ്യത്തിലോ ദുരഭിമാനത്തിലോ മറ്റുള്ളവർ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് തന്നെയാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആരാണെങ്കിലും അവര് നമ്മളെക്കാട്ട് ശ്രേഷ്ഠനാണെന്ന് എണ്ണണം. ഹാലേലിയ. അത് നമ്മൾ പണ്ടെപ്പോഴും പറയുന്നൊരു കാര്യം. നമ്മുടെ മുമ്പിൽ ഞാൻ ഒത്തിരി ആൾക്കാർ എന്നെ മീറ്റ് ചെയ്യാൻ ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് വരും. അപ്പൊ ഞാൻ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ നമ്മളെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തൊക്കെ വരും. എന്നിരുന്നാലും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാരോട് ഹാലേലൂയ അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ അവർ നമ്മളെക്കാട്ടി മിടുക്കരാണെന്നൊരു തോന്നലേ ഇരിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ അത് അങ്ങനെ ഇരുന്നില്ലെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വലിയ സംഭവം പറയുന്നത് വല്ല വിടുത്തൊക്കെ നമ്മൾ വിളിച്ചു പറയാൻ ശ്രമിക്കും. ഹാലേലൂയ. അപ്പൊ നമ്മളെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് നമ്മളെ ശീലിക്കും. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഞാനിപ്പോ ഞങ്ങളുടെ ഓഫീസിലാണല്ലോ എവിടെ നിന്നാണ് ഒരു പിയൂൺ വന്നാലും ഞാൻ ആദ്യം അവർക്ക് ഇരിക്കാൻ പറയും. നിർത്തി സംസാരിക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല ഹാലേലൂയ നമ്മുടെ മുമ്പ് വന്നിരിക്കുന്ന ആൾക്കാരെ നിർത്തി സംസാരിപ്പിക്കുന്നത്. ഹാലേലൂയ. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ കസേര ഇട്ടിരിക്കുന്ന വരുന്നവർക്ക് ഇരിക്കുകയാണ്. അതിപ്പം വലിപ്പച്ചെറുപ്പം നോക്കിയിട്ടല്ല നമ്മൾ ഇരുത്തേണ്ടത്. ഹാലേലൂയ. കാരണം നമ്മളെക്കാട്ട് അവർ ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് അഭിമാനത്തോടെ അവർ ശമ്പളത്തിന് വേണ്ടിയിട്ട് അവർ ജോലി ചെയ്തിട്ട് കൂലി വാങ്ങണം. അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ഇവിടെ പറയുമ്പോൾ നമ്മൾ ആത്മീയതയിൽ പറയുമ്പോഴും ഹാലേലൂയ അവരെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ ആത്മീയതയിൽ ഹാലേലൂയ എങ്ങനെയുള്ളവരാകട്ടെ അവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ഹാലേലൂയ. അല്ലാതെ വലിയ ആൾക്കാരെ സെലിബ്രിറ്റികളെ കാണുമ്പോഴത്തേന് വലിയ പാസ്റ്ററെ കാണുമ്പോൾ പോയിട്ട് ഹാലേതായിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന സ്വഭാവം അല്ല കാണിക്കുന്നത്. ഹാലേലിയ. ആമീൻ. ഹലെ നമ്മളെക്കാൾ ശ്രേഷ്ഠന് നിന്നിട്ട് എന്നിട്ട് നമ്മൾ ശാഠ്യത്തിലെ ദുരൂഹം മറ്റുള്ളവർ തന്നെക്കാൾ എന്നിട്ട് താഴ്മയോടെ. അപ്പൊ നമുക്ക് എന്ത് വേണം? കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വഭാവം താഴ്മ വിനയമൊക്കെ. പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ പറയുന്ന കണക്ക് ഹാലേലിയ ആമീൻ. നമ്മുടെ സ്വഭാവത്തിൽ ഇവിടെ ഒരു താഴ്മ. ഹാലേലൂയ. എന്താ ദേവദാസന്മാര് പലരും ചിലപ്പോൾ ആൾക്കാരെ പിടിച്ച് അടിക്കുകയും തെരുവറയൊക്കെ മിണ്ടാതെ പോകുന്നത് അവർക്ക് തിരിച്ചു ചെയ്യാൻ കരുത്തില്ലാഞ്ഞിട്ടല്ല. ഹാലേലൂയ. അവരോട് കർത്താവ് കാണിച്ചു കൊടുത്ത മാതൃക ആമീൻ തന്നെ താൻ താഴ്ത്തുക എന്നുള്ളത്. അവരുടെ മുമ്പിൽ വലിയ ആളാകെ കായിക ബലം കാണിച്ച ആളാകാനല്ല. ഹാലേലൂയ. അവര് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് സമർപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇവരൊക്കെ വെറുതെ ഹാലേലൂയ എന്ന് പറഞ്ഞാലും ഒന്നും പറയത്തില്ല, അല്ല എന്ത് ചെയ്താലും ഒന്നും ചെയ്യത്തില്ല എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അതുകൊണ്ടല്ല. അവരെക്കാട്ടി ചിലപ്പം കായിക അധ്വാനം ഏറ്റവും കൂടുതലുള്ള ആളായിരിക്കും. പക്ഷെ അവിടെ മിണ്ടാതിരിക്കും. കായിക നമ്മുടെ ഹാലേലൂയ ഇവിടെ ശാഠ്യത്തുള്ള ദ്രോഹം എന്ന് വെച്ചാൽ താഴ്മയോട് ഓരോരുത്തരും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ നിന്നിക്കൊള്ളുവിൻ. ഹാലേലൂയ. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലെ പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹാലേലൂയ. അപ്പൊ നമ്മൾ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. മനുഷ്യർക്കുള്ളൊരു സ്വഭാവം ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് സ്വഭാവമാണ് ഹാലേലൂയ മറ്റുള്ളവരുടെ കുറവുകൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. ഹാലേലൂയ. മറ്റുള്ളവരുടെ നന്മകൾ ഓർക്കുന്നതിനെക്കാട്ടി കൂടുതൽ മുമ്പിൽ വരുന്ന കുറവുകളല്ലേ സിസ്റ്റർ? പക്ഷേ തിരിച്ചാണ് നമ്മൾ ഹാലേലൂയ ചിന്തിക്കാൻ പഠിക്കുന്നതെങ്കിൽ ഹാലേലൂയ മറ്റുള്ളവരുടെ ഹാലേലൂയ നല്ല ഗുണങ്ങളിലാണ് നമ്മൾ ഓർത്തിരിക്കുന്നതെങ്കിൽ ഹാലേലൂയ നമുക്ക് ഒരിക്കലും അവരെ വെറുക്കാൻ കഴിയില്ല, നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും. തെറ്റുകൾ പറ്റുമ്പോൾ വീഴ്ചകൾ വരുമ്പോൾ ഹാലേലൂയ താഴ്ചകൾ വരുമ്പോഴൊക്കെ ഹാലേലൂയ നമ്മൾ ദൈവസന്നിധിയിൽ ഹാലേലൂയ സമർപ്പിക്കപ്പെട്ട് നമ്മൾ ദൈവസന്നിധി നിലവിളിക്കുന്നത് മറ്റുള്ളവർ കാണുന്നില്ല പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം അത് വെച്ചിട്ടായിരിക്കും അവര് നമ്മളും അങ്ങനെ തന്നെ പെരുമാറുന്നത്. പണ്ടൊരിക്കലും എനിക്ക് എന്നോട് ഒരു പാസ്റ്റർ പറഞ്ഞ അനുഭവമുണ്ട്. പാസ്റ്ററുടെ മുമ്പിലേക്ക് പാസ്റ്റർക്ക് അറിയാവുന്ന ഒരു ദൈവദാസൻ തെറ്റിപ്പോയത് അദ്ദേഹത്തിന്റെ ഭാര്യ വിട്ടിട്ട് എന്തോ ഒരു ഒരു ജീവിതത്തിൽ തെറ്റ് വന്നു പോയി. ആ സമയത്ത് എല്ലാവരും ഒറ്റപ്പെടുത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം കുറച്ച് നാളുകൾക്ക് ശക്തനായ ശുശ്രൂഷകനാണ്. അപ്പൊ അങ്ങനെ യുഎയിലേക്ക് എത്തിയ സമയത്ത് ദൈവം ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ റിസീവാനൊക്കെ ഈ പാസ്റ്റർ നിയോഗിച്ചു. ഈ പാസ്റ്റർ പക്ഷെ അവിടെ ശുശ്രൂഷ നടക്കുന്നത് ചെന്നിരിക്കും. അവരുടെ ഉള്ളിൽ ഈ മനോഭാവത്തോടെ ഈ കൈപ്പോടെ ഇരുന്നത് തെറ്റിപ്പോയാതെ. അപ്പൊ പെട്ടെന്ന് ദൈവശബ്ദം ശക്തമായി പുഴങ്ങിയെന്ന് ഞാൻ അവനോട് ക്ഷമിച്ചെങ്കിൽ നിനക്ക് എന്താണെന്ന് ചോദിച്ചത്. ഹാലേലൂയ. അപ്പൊ ഞാൻ അങ്ങനെ ഞെട്ടി ഓടുന്ന സിസ്റ്ററെ എന്നിട്ടാണെങ്കിൽ പെട്ടെന്ന് ഞാനിങ്ങനെ പേടിയോടുകൂടി ഇരിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് വെളിപ്പെട്ട ശുശ്രൂഷ അസാമാന്യമായ ശുശ്രൂഷ എന്ന് വെച്ച് കഴിഞ്ഞാല്
അന്നവിടെ ഓടിക്കൂടിയ കൂടിയിരുന്ന വലിയ ജനക്കൂട്ടം ഒരു ക്യാമ്പ് ഏരിയയിലായിരുന്നു. ഒരു റൂമിനുള്ളിൽ മൊത്തം ഇരുന്നതിനകത്തുനിന്ന് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയാണ്, ഇതിനുള്ളിൽ ഹല്ലേലൂയ ആമേൻ, എന്താ പറയാ, മരണ ഭയത്തോട് ഭീതിയോട് കിളിയിൽ അടിവാളം കെട്ടിവെച്ച് 5-6 പേരെ കണ്ടിരിക്കുന്നു. അപ്പം ഇദ്ദേഹം പറയും, ഞാൻ അവിടെ ഞെട്ടിപ്പോയി, എന്തീ പറയുന്നത്, ഇദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് കരുതി. പക്ഷേ എങ്കിലേ ഹല്ലേലൂയ വീണ്ടും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ മരണ ഭയത്തോട്, നിങ്ങളെ ആരോ കൊല്ലാൻ ഭീതിയോടുകൂടി ഇതിനുള്ളിൽ ഓടിക്കേറി വരാം, പക്ഷെ നിങ്ങൾ ദൈവസേനയെ സമർപ്പിക്കപ്പെടുമെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നോക്കിയപ്പോ പലയിടത്തുനിന്നായിട്ട് 5-6 പേര് എഴുന്നേറ്റ് വന്ന് എളിയെന്ന് വടിവാൾ അഴിച്ച് താഴെ വെച്ച് കാരണം അവര് അവരുടെ നാട്ടിൽ ഏതോ ഒരു ആളെ ഉപദ്രവിച്ചിട്ടോ എന്തോ ചെയ്തിട്ട് ഹല്ലേലൂയ അവര് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അവരിവിടുന്ന് പേടിച്ചിട്ട് ഗൾഫിലേക്ക് കയറി പോകുന്ന ഇവര് കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഗൾഫിലേക്ക് കയറി പോകുന്ന അവിടെ വന്നപ്പോഴും അത് അറബ് ദേശമായതുകൊണ്ട് അവർക്ക് ഭയം, ഇവിടെ എങ്ങാണെങ്കിൽ ഇവരുടെ ആൾക്കാർ വന്ന് നമ്മളെ കൊല്ലുമോന്ന് വിചാരിച്ചിട്ട് ഹല്ലേലൂയ എപ്പോഴും വടിവാളിൽ കിളിയെ കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന ഹല്ലേലൂയ ആൾക്കാരായിരുന്നു. ഇവര് ഭയന്നു പോയി. ദൈവദാസന് ഇത് വിളിച്ചു പറഞ്ഞു, അവരൊന്ന് സമർപ്പിച്ച് അങ്ങനെ ദൈവത്തിന് അവര് രക്ഷിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ കാണാം. എന്ന് വെച്ചാൽ അത്ര ശക്തമായിട്ട് ദൈവം അന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അദ്ദേഹം പറയാണ്, എന്റെ മനസ്സിൽ ഹല്ലേലൂയ ഞാൻ വെച്ചുകൊണ്ടിരുന്ന ചിന്ത ഹല്ലേലൂയ ആമേൻ, ദൈവം എനിക്ക് എന്റെ മുമ്പിൽ ദൈവം എന്നെ തെളിയിച്ചു തന്നു ഹല്ലേലൂയ. കാരണം ആ ഒരു കാര്യം ദൈവം ക്ഷമിച്ചു. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാനായിട്ട് ഹല്ലേലൂയ മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കാനായിട്ടൊക്കെ ദൈവം പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ചില തീർപ്പ് എനിക്ക് എന്റെ ഉള്ള കാര്യം, ചില കടുംപിടുത്തങ്ങളുണ്ട്. ചിലരെ ആൾക്കാർ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ ക്ഷമിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഹല്ലേലൂയ. കാരണം വെച്ചാൽ മറ്റുള്ളതൊന്നും അല്ല, ദൈവത്തിനെ ഹല്ലേലൂയ പറ്റിക്കുന്ന കണക്കല്ല, ദൈവത്തിനെ മറന്നു ജീവിക്കുന്ന സ്വഭാവങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ, അതുമല്ല തെറ്റ് ചെയ്തിട്ട് അവരെ ന്യായീകരിച്ച് വീണ്ടും വീണ്ടും തെറ്റ് കള്ളങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഒരുങ്ങനെ ദേഷ്യത്തോടെ, പക്ഷെ കർത്താവ് നമ്മളോട് ചോദിക്കും ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ ആമേൻ ക്ഷമിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഒന്നാണ് ദീർഘക്ഷമ. ഹല്ലേലൂയ. അപ്പൊ നമ്മള് എന്ത് പാപം ചെയ്തെന്നാണ്, എന്ത് തെറ്റ് പറ്റിയെന്നാണ് ദൈവസന്നിധി കർത്താവേ എന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ആ കൃപാസനത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മാറോട് ചേർത്തണയ്ക്കുന്ന ദൈവമാണ്. മനുഷ്യർക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മുടെ എല്ലാ കുറവുകളും, അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ആയിട്ട് ന്യായം വിധിക്കാനോ ഒന്നും നിൽക്കാതെ നമ്മൾ ഇത് എന്നോട് തന്നെ ഉള്ള ദൂതാന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്നലെ തുടങ്ങിയിട്ട് എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യത്തിൽ ദൈവം തന്നെ എന്നോട് സംസാരിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം. ആരെയും കുറവ് പറഞ്ഞ് മാറ്റി നിർത്താനോ കുറ്റം പറയാനോ നമുക്ക് ദൈവം അവകാശ അധികാരം തന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ഭാഗത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മളെ അപ്പൊ ഇവിടെ പറയുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ ക്രിസ്തുവേശ്വരൊപ്പം ആവുന്നതിന് നിങ്ങൾ ഉണ്ടായിട്ട്. അപ്പൊ കർത്താവ് യേശുക്രിസ്തു സ്വന്തം ഗുണം നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ആ ക്രൂശ് മരണത്തിലൂടെ പീഡാസഹനത്തിലൂടെ ഒന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു വ്യക്തമായും കൃത്യമായും അറിയാം ആരാണെന്ന് അറിയാം. ആരുടെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ ആരാണെന്ന് അറിയാമായിരുന്നു. എന്താകുമെന്നും അറിയുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വെല്ലുവിളിച്ചോ, നീ എന്നെ വേണമെങ്കിൽ ക്രൂശിൽ തറച്ചോ, എന്നെ കൊന്നോ, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റ് നിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞു. അതിലെ ക്രൂശിൽ തറയ്ക്ക് ഓർഡർ ഇട്ട പീലാത്തോസിന്റെ മുമ്പിലേക്ക് പോയി നിന്നായിരുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോ. അല്ല വിസ്തരിച്ച യഹൂദന്മാരുടെ മുമ്പിൽ പോയി നിന്ന് കാണിച്ചു കൊടുത്തു. ഒന്നും ചെയ്തില്ല. നമ്മളായിരുന്നെങ്കിൽ ആദ്യം പിലാത്തോസിന് മുമ്പിൽ പോയത് അല്ലേ, പിന്നാണെങ്കിൽ കള്ളസാക്ഷി പറഞ്ഞവരൊക്കെ മുമ്പിൽ പോയി നിന്ന്. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് ഒന്നും ചെയ്തില്ല. അപ്പൊ കർത്താവിന്റെ പാവം നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കർത്താവിന്റെ മക്കളെന്ന് പറയാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അല്ലെ ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് എന്നാണ് കറക്റ്റ്. ക്രിസ്തുവിന്റെ സ്വഭാവം ഇല്ലാത്ത ഒന്നും ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് ആകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ഹല്ലേലൂയ സ്വഭാവത്തോട് നമുക്ക് അനുരൂപരായി മാറുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മക്കളെന്ന് പറഞ്ഞിരിക്കാൻ യോഗ്യതയില്ല. അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം, അശക്തരായിരിക്കുന്നവരെ താങ്ങണം, അവരോട് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ശക്തീകരിക്കുകയും ചെയ്യണം. നമ്മൾ സ്വയം പുകഴ്ച എടുക്കാതിരിക്കാൻ ശ്രമിക്കണം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം ശാഠ്യത്തിലോ ദുരഭിമാനത്തിലോ ഒന്നും ചെയ്ത, കാരണം ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ടൊരു ചിലപ്പോൾ പല സഭയിലും പാസ്റ്റർ മൈൻഡ് ചെയ്തില്ല, പാസ്റ്റർ ചിരിച്ചില്ല എന്നാ അടുത്ത ആഴ്ച പോകുന്നില്ല അല്ലെ. നമ്മളെ കാണുമ്പോ ചിരിച്ച അയ്യോ സിസ്റ്റർ എന്തുണ്ട് വിശേഷം, എവിടെ നിന്ന് എപ്പോഴാ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. ഇല്ല നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പാസ്റ്റർ മറ്റൊരാളോട് സംസാരിക്കുന്നത്, പാസ്റ്റർക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും ഇല്ല
നമ്മളെയൊക്കെ ഇത് കണക്കാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദുരഭിമാനം കീറിയിട്ട് പിന്നെ അടുത്ത ആഴ്ച ചർച്ചിൽ പോകാതിരിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലുമ്പോഴത്തേന് സിസ്റ്റർ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്റെ കാര്യം പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ച നാളെ തുടങ്ങി ഞാൻ മീറ്റിങ്ങിന് കയറുന്നില്ല എന്ന് പറഞ്ഞല്ലെങ്കിൽ ഇരിക്കും. അതുപോലെ അപ്പൊ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ശാഠ്യം ദുരഭിമാനം വരും. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ എന്നൊരു പാവം നമ്മൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പാവത്തിനോടാണെങ്കിൽ നമുക്ക് ഹല്ലേലൂയ അവിടെയൊക്കെ തന്നെക്കാൾ മറ്റുള്ള ശ്രേഷ്ഠൻ എണ്ണുവാൻ. അപ്പൊ അതുപോലെ ക്രിസ്തുവേശു പാവം തന്നെങ്ങളുണ്ട്. അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുള്ള വിചാരത്തെ ആസുരപ്പെടുത്ത മനുഷ്യനായി സാധിച്ച് തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവൻ. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു എത്രത്തോളം താഴ്ത്തി എന്ന് കൃത്യമായി ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ താഴ്മ വന്നാൽ മാത്രമേ ഉയർച്ച വരുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ ഭാഗം നമ്മൾ റോമാലേഖനത്തെ വായിച്ച ഭാഗത്ത് പറഞ്ഞത് മറ്റുള്ളവരുടെ നമ്മൾ ശക്തരായ നാം അശക്തരെ ബലഹീന ചുമക്കി നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുക. അപ്പൊ നമ്മിൽ തന്നെ പ്രസാദിക്കാന്ന് വെച്ചാൽ നമ്മൾ നികളം വരരുത്. ഹല്ലേലൂയ. എനിക്കെന്തോ കഴിവുണ്ട്, എനിക്കെന്തോ എക്സ്ട്രാ ഹല്ലേലൂയ ഇതുണ്ട്, പവർ ഉണ്ട്, ഇതൊന്നും വിചാരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പാസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാലും പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര ശക്തി ഉണ്ടെങ്കിലും നമ്മൾ എത്ര ആത്മശക്തി നമ്മുടെ മേൽ പകരപ്പെട്ടെങ്കിലും അത് ഒരിടത്ത് പ്രകടിപ്പിക്കണമെങ്കിൽ അതൊരിടത്ത് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം അത് മാനിഫെസ്റ്റ് ആകത്തുള്ളൂ. ഒരിടത്ത് ചെല്ലുമ്പോൾ അത് മാനിഫെസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് അവിടെ ഇരിക്കുന്ന ദൈവദാസന്റെ ഒരു ഹൃദയത്തില് വരുന്നവർ പ്രയോജനപ്പെടണം, വരുന്നവർ ശക്തമായ ദൈവം. ചില പാസ്റ്റർമാര് പ്രാർത്ഥിച്ച് ബ്ലോക്ക് ചെയ്ത് പിടിക്കുന്ന പാസ്റ്റർമാർ നമുക്കറിയാം, ശുശ്രൂഷയ്ക്ക് പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ വരുന്നവരാരും എന്നെക്കാട്ടി കൂടുതൽ ശോഭിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരോട് വലിയ ശക്തമായ ഇതൊന്നും വെളിപ്പെടരുത്. ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇളകാത്ത ഭൂതമൊന്നും ഇവിടെ ഇളകിയേക്കുന്നത്. ഇതിങ്ങനെയൊക്കെ മനോഭാവത്തോടിരിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ചില പാസ്റ്റേഴ്സ് അങ്ങനെയല്ല, വരുന്നവരെ ശക്തമായി പ്രയോജനപ്പെടണം, ഇവിടെ വലിയൊരു ഡെലിവറൻസ് നടക്കണം, ഒരു വിടുതൽ നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. അത് ശുശ്രൂഷിക്കാൻ പോകുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ചിലയിടത്ത് ചെല്ലുമ്പം ഭയങ്കര ബ്ലോക്ക് വരും നമുക്ക്. മുന്നോട്ട് ശുശ്രൂഷിക്കാനായിട്ട് ഒരു ഇത് വരത്തില്ല. കാരണം അവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ സഭയുടെ മേൽ അവരുടെ ദൈവദാസന്മാർക്ക് കൊടുത്ത അധികാരം വലുതാണ്. ആ സഭയുടെ മേൽ സഭയുടെ തല പാസ്റ്റ് ആണെങ്കിൽ ആ പാസ്റ്ററുടെ നമുക്ക് ചെല്ലുന്ന ശുശ്രൂഷിക്കാൻ ചെല്ലുന്നവർക്ക് വിരോധമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവിടെ ദൈവശക്തി ദൈവശക്തി അതല്ല, നമുക്ക് ശക്തമായി മുന്നോട്ടും പറ്റത്തില്ല. എന്തോ നമ്മൾ മുമ്പോട്ടും പുറകോട്ട് തള്ളുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഒരുപാട് കാരണങ്ങൾ. പിന്നെ അവിടെ ഇരിക്കുന്ന വിശ്വാസികളുടെ ഹൃദയം. ഇപ്പൊ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാ, അവൻ കർത്താവേ എന്നോടൊരു വാക്കെങ്കിലും ഇടപെടണേ, എനിക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണേ എന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് വന്നിരിക്കുകയാണെങ്കിൽ ആർക്ക് വേണ്ടി ഒരു തോന്നും വെളിപ്പെട്ടില്ല, അവർക്ക് വേണ്ടുന്ന ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അങ്ങനെ ഒത്തിരി ഫാക്ടർ ഉണ്ട്. അതുപോലെ നമ്മൾ ചെന്ന് നിൽക്കുന്ന സഭയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവ് വിചാരിച്ച മാത്രമേ മാനിഫെസ്റ്റ് ആകത്തുള്ളൂ, ആ ശക്തിയുടെ വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല ശുശ്രൂഷ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെത്താൻ പുകഴുവാനായിട്ട് തന്നെത്താൻ ഉയർത്തുവാനായിട്ട് യാതൊരു വ്യവസ്ഥയും ഇല്ല എന്ന് ദൈവവചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കും. നമ്മളിലൂടെ ദൈവം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ മഹാ മനസ്സാണെന്ന് തന്നെ. അതുതന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ സ്വന്തമല്ല. നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം കൊടുക്കാൻ പറ്റും. നമ്മുടെ സ്വന്തമല്ലാത്തതിന് ഒരു ഉടമസ്ഥൻ ഉണ്ടെങ്കിൽ ഉടമസ്ഥന്റെ ഇഷ്ടപ്രകാരം നമുക്കിപ്പോ ഒരാളുടെ ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥാനത്തിലും എന്റെ MD കഴിഞ്ഞാൽ പിന്നെ പവർ എനിക്കായിരിക്കും. ഞാൻ സൈൻ ചെയ്ത് അവിടെ സൈൻ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ഹല്ലേലൂയ വലിയ വലിയ കാര്യങ്ങൾ ഞാൻ ഒപ്പിട്ട് വെച്ചാൽ ഇപ്പുറത്ത് ഒരു ഒപ്പും കൂടെ വീണാലേ MDയുടെ സൈനും കൂടെ വീണാലേ അത് അപ്രൂവ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഓർഡർ ആകത്തുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് എത്രയൊക്കെ പവർ തന്നെന്ന് പറഞ്ഞാലും പവർ ഓഫ് അറ്റോൺ വരെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഇഷ്ടത്തിനകത്ത് ചെലവാക്കാനുള്ളത്, അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ളതല്ല. കാരണം എനിക്ക് കണക്ക് ബോധിപ്പിക്കാൻ, അല്ലെ ഉത്തരം പറയേണ്ട, എനിക്കോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പവർ ഉള്ള ഒരാൾ എന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ഈ ബോധ്യം എപ്പോഴും ഉണ്ടാണ് എനിക്ക്. കാരണം എന്തുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നോക്കുന്ന ഫയലുകളിൽ ഞാനൊരു സൈൻ ഇടുന്നതിന് മുമ്പ് ഇതെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് നോക്കി ഞാൻ ഒപ്പിട്ടില്ലെങ്കിൽ നാളെ ചോദ്യം വരുന്നത് എന്റെ നേരെ വരുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോസ് പറയായിരുന്നു, നിന്റെ സൈൻ വീണാൽ ഞാൻ കണ്ണും പൂട്ടി സൈൻ ചെയ്യും, പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിനക്കാണ്.
അതുപോലെ തന്നെ ഞാൻ സൈൻ ചെയ്ത പേപ്പർ പുള്ളി കണ്ണടച്ചുകൊണ്ട് അതിന്റെ ചെക്കൊക്കെ ഇങ്ങനെ ഒപ്പിട്ട് വിടും. ഹാലെ നോക്ക് പോലും ഇല്ല, വായിച്ച് മറിച്ചു പോലും നോക്കത്തില്ല. കാരണം അത്ര വിശ്വാസം കൊണ്ട് ഹാലെ അതുപോലെ നമ്മളുടെ ഹാലയിൽ നമ്മൾ അത് അത്ര ഉത്തരവാദിത്വം ചെയ്യുമെന്ന്. അപ്പൊ അവിടെ മിസ്റ്റേക്ക് വന്നാൽ അത് ആൻസർ വേണ്ട ഉത്തരവാദിത്വം എനിക്ക്. അതുപോലെ ദൈവം നമ്മുടെ മേൽ പകർന്നെങ്കിൽ അത്യന്ത ശക്തി എന്റെ ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ഇത് എന്റെ സ്വന്തമല്ല എന്ന് പറഞ്ഞ് എന്നോട് കണക്ക് ചോദിക്കുന്ന എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പവറുള്ള പരിശുദ്ധാനുള്ള ദൈവം നമ്മുടെ തലയ്ക്ക് മീതെ ഉണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള അതോറിറ്റി അവിടെ. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ചെലവാക്കാൻ, ഇഷ്ടത്തിന് ചെയ്യാനുള്ളതല്ല. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ, ഇഷ്ടമുള്ളവർക്ക് വേണ്ട അങ്ങനെ ചെയ്യാനുള്ള. കാരണം ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രവർത്തിക്കാനുള്ളതാണ്. ഞാൻ കഴിഞ്ഞ മുമ്പത്താഴ്ച ശുശ്രൂഷിക്കാൻ പോയ സ്ഥലത്ത് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ ഞാൻ ദൈവാത്മാവിനോട് ഇടപെട്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഹാർട്ട് അറ്റാക്ക് വന്ന് പാസ് പോയി പ്രാർത്ഥിച്ച് സൗഖ്യമായൊക്കെ ചെയ്തു. അതൊക്കെ സാക്ഷിയൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരത്തിനോട് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞത് പറ, ഹൃദയത്തിൽ കയ്പ്, വെറുപ്പ്, പക, വിദ്വേഷം ഇതെല്ലാം പോയിട്ട് ക്ഷമിച്ച് അവരോടെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിച്ച് അവരോട് നിരപ്പ് പ്രാർത്ഥന തിരിച്ചറിയണം. ഇപ്പൊ വന്നത് ദൈവം സൗഖ്യമാക്കി. അത് ദൈവത്തിന്റെ കരുണയെ വെളിപ്പെട്ടത്. പക്ഷെ ഇനിയും ഹൃദയത്തിൽ ഇത് വെച്ചുകൊണ്ടിരുന്നാൽ അതിനെ നമുക്ക് എന്തെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ വരണം. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിച്ചിട്ട് ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ട നമുക്കും മറ്റുള്ളവരുടെ കരുണ വെളിപ്പെടണം. നമ്മൾ ക്ഷമിക്കണം, ക്ഷമ ചോദിക്കാനുള്ള ഒരു ക്ഷമ ചോദിക്കണം, നിരപ്പ് പ്രാപിക്കുന്ന നിരപ്പ്. ഇത് ചെയ്തിട്ട് വാ പിന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. കാരണം ദൈവാത്മാ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ തന്നെ പറയും. എനിക്ക് അവരെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല. അപ്പൊ കർത്താവ് ഇത്രത്തോളം നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. അതിൽ വരുന്ന ഒരു ചിന്തകൾ, അത് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു, എന്താണ് കാരണം എന്ന് പോലും നമുക്ക് പലപ്പോഴും ഞാൻ പറയുന്നത് കർത്താവ് എനിക്ക് അവരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ വരുന്നു. പക്ഷേ ഇതിനെന്താ കാരണം യഥാർത്ഥമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാതെ. പക്ഷെ ദൈവത്തിനാണ് ഇതിന്റെ കാരണം എന്താണെന്നറിയാം. നമുക്ക് ഒരാളോട് പക തോന്നുക, ഒരാളോട് വെറുപ്പുണ്ട്, ഒരാൾ കയ്പ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയാം എല്ലാവരോടും ക്ഷമിച്ചു, നമുക്ക് ആരോടും ഒരു വിരോധം ഇല്ല, എല്ലാവരോടും നമ്മളെ ക്ഷമിച്ചു. പക്ഷെ ദൈവത്തിനറിയാം നമ്മൾ ക്ഷമിക്കാത്തവരാരാണെന്ന്. നമ്മുടെ വിചാരം നമുക്ക് ആരോടും ഒരു വിരോധമില്ല, വിദ്വേഷമില്ല, പകയില്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ അടിത്തട്ടി കിടക്കുന്നത് വരെ ദൈവത്തിനറിയാം. കർത്താവ് കൃത്യസമയത്ത് പൊക്കിയെടുക്കും. നമ്മുടെ ഉള്ളിൽ തന്നെ അത് കൊണ്ടിട്ട് നമ്മളെ കൊണ്ട് തന്നെ പറയിക്കുകയാണ് അയ്യോ ഇവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. കാരണം അത് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അവരോട് ക്ഷമിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിനറിയാം നിന്റെ ഉള്ളിൽ ഇത് എവിടെങ്കിലും അടിത്തട്ടി കിടന്നാൽ പോലും നിന്റെ പലതും ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. സത്യം നമ്മൾ മറന്നിരിക്കുന്ന വിഷയങ്ങളായിരിക്കും അതൊക്കെ. നമുക്ക് അങ്ങനെ ഒരു വ്യക്തി പോലും ഓർമ്മ ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു വിഷയമേ ഓർമ്മയാണ്. പക്ഷേ ചില സാഹചര്യം ദൈവം അത് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് പിശാചിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെങ്കിലും അത് കൊണ്ടുവരുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നിനക്കിത് കഴിഞ്ഞിട്ടില്ല, അത് നീ ഇവിടെ ഒരു പരാജയപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നീ ഇവിടെ പരാജയപ്പെട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നീ ഇതിലൂടെ ജയിച്ചു വരണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നമ്മുടെ തിന്മയ്ക്കായി വരുമ്പോഴും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം പറയും രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോണം. അപ്പൊ രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ ആയിരിക്കും, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ തന്നെയാണ്, ഒരു സംശയമില്ലല്ലോ. അപ്പൊ ആ ഹൃദയത്തിൽ അറിയാണ്ട് കിടക്കുന്നതൊക്കെ ദൈവത്തിന്. അതുകൊണ്ടാണ് ദൈവം ഇവിടെ കൃത്യമായി പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അശക്തരെ നമ്മൾ ശക്തരാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് നമ്മിൽ തന്നെ പ്രസാദിക്കാതെ, നമ്മൾ തമ്മിൽ പ്രസാദിക്കരുത്. നമ്മുടെ യോഹന്നാൻ പറഞ്ഞതുപോലെ ശ്യാമയോഹന്നാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കാര്യം ചെയ്ത് നമ്മളിൽ ക്രിസ്തു വളരണം, നമ്മൾ കുറഞ്ഞു വരണം. അപ്പൊ നമ്മുടെയൊക്കെ മനോഭാവങ്ങളൊന്നും മാറണം ഈ ദിവസങ്ങളിൽ. എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പുകഴ്ച എടുക്കുന്നെങ്കിൽ ആ പുകഴ്ച സ്വയം പുകഴുവാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസനം നമ്മളെ തന്നെ താഴ്ത്തിവിടാൻ ക്രിസ്തുവേശുള്ള പാവം തന്നെ നമ്മൾ ഉണ്ടാകണം. കർത്താവിന്റെ പാവം നമ്മളില്ല, കർത്താവിന്റെ സ്വഭാവം നമ്മളില്ലാതെ, കർത്താവിന്റെ മനോഭാവത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ നമ്മളുടെ ജഡികമായ സ്വഭാവത്തിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മക്കളെന്നോ ക്രിസ്ത്യാനിയെന്നോ ദൈവത്തിനെ ഫോളോ ചെയ്യുന്നതെന്നോ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്നോ പറയാൻ കഴിയില്ല. കാരണം ശിഷ്യൻ എപ്പോഴും ഗുരുവിനെ പോലെ. നമ്മൾ ആരും
വിശ്വാസികളായിരിക്കാനല്ല ദൈവം ആഗ്രഹം. ദൈവം നമ്മളെ ശിഷ്യത്വത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ഗുരുവിനെ പോലെ ആയിരിക്കും നമ്മൾ. മറ്റുള്ളവർ അശക്തരായിരിക്കും. ദൈവത്തിന്റെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് ചെയ്ത ഓരോ അത്ഭുതങ്ങളും നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും അതൊന്നും അത്ഭുതം ചെയ്യാൻ വേണ്ടി ദൈവം ചെയ്തത്. ദൈവത്തിന് മനസ്സലിവ് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു മനസ്സലിവ് തോന്നണം. അവരോട് ദൈവത്തിന്റെ സ്നേഹം പുറപ്പെടണം. ആ സ്നേഹത്തിൽ നിന്ന് വേണം അവർക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാനും. നമ്മൾ ഓരോ ശുശ്രൂഷ ചെയ്യുവാനുമായിട്ട് ആ ശുശ്രൂഷ നമ്മളിവിടെ വെളിപ്പെടുമ്പോൾ കർത്താവിന്റെ മനസ്സലിവോടുകൂടി അവർ നമ്മളെക്കാട്ടി കുറഞ്ഞവരൊന്നുമല്ല. ഒരാളുടെ മേലൊരു ഭൂതം ഇരുന്നെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ദുരാത്മാ കയറിയെന്ന് വെച്ചാൽ അവർ നമ്മളെക്കാട്ടി താഴെയൊന്നുമില്ല. നമ്മളുടെ അതേ പൊസിഷനിൽ തന്നെയാണ് മക്കളെന്ന് വിളിക്കാനുള്ള അവകാശത്തിൽ അവർ നിൽക്കുന്നു. ദൈവത്തിന്റെ മക്കളായി തന്നെ അവർ നിൽക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സകല ജനത്തെ ദൈവത്തിന്റെ മക്കളാക്കി. ആ മക്കൾ എന്നുള്ള പദവി ഒരിക്കലും എടുത്ത് മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നലെ ഫറാമുസിനോട് പറഞ്ഞ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. നമ്മൾ സഭയാകുമ്പോൾ ഒരു ശരീരമാകുമ്പോൾ ആ ശരീരത്തിന്റെ ഒരു അവയവത്തിന് കേട് പറ്റില്ല, ഒരു അവയവത്തിന് ഒരു കോട്ടം പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം മുഴുവൻ വേദനിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ കാണണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ക്യാൻസർ ഒക്കെ വരുന്ന ശരീരങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാം. ശരീരത്തെ ആ ഒരു ഭാഗത്തിച്ചാല് നമ്മുടെ കയ്യിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പോലും നമുക്ക് എത്ര വേദനിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഒരു പകുതി ചീഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ചീഞ്ഞാനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല ദൈവം പഠിപ്പിച്ചേക്കുന്നത്, അതിനെ സൗഖ്യമാക്കി. നമുക്ക് അത് ചീഞ്ഞിരിക്കും തോറും നമുക്ക് വേദനിക്കും. ആ ചീയൽ മാറ്റി ആമേ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ എപ്പോഴും ഒരു പൂർണ്ണതയുള്ള ശരീരമാക്കി. അംഗവൈകല്യമുള്ളതായിട്ടല്ല, മുറിച്ചു മാറ്റിയിട്ടല്ല. പൂർണ്ണതയുള്ള ക്രിസ്തു എന്ന തലയോ ആളം വളരാൻ വേണ്ടി ക്രിസ്തു തലയായിരിക്കുന്ന ആമേ ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും. ആ ഒരു ബോധ്യത്തോട് ആരാകട്ടെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ മുറിവേറ്റ് വേദനിക്കുന്ന പോലെ വേദനിക്കണം. അവർക്ക് വിഷയം വന്നാൽ നമ്മൾ അവരെ താങ്ങണം, അവരെ ബലപ്പെടുത്തണം, അവരെ ശക്തീകരിക്കണം, അവരെ സഹായിക്കണം. എല്ലാ രീതിയിലും നമ്മൾ അതിന് ബാധ്യസ്ഥരുള്ളവർ. അതെല്ലാം ചെയ്യുമ്പോൾ നോട്ടീസ് അടിച്ച് ഞാൻ അവരെ ഇന്ന ചെയ്തെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആരും അറിയാതെ നമ്മൾക്ക് ഉത്തരവാദിത്വം ദൈവം തന്നെ ദൈവത്തിന്റെ ആത്മാന്നുള്ള കൃത്യമായി അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുവാനായിട്ട് നമ്മുടെ ഭാഗത്ത് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ വീഴ്ച വന്നു കാരണം ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ഒന്നും കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് എല്ലാം ദൈവ വിഭജനത്തിൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.